രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പത്തനംതിട്ടയിൽ തുടക്കം. ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന മേള ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മെയ് 16 മുതൽ 22 വരെയാണ് ജില്ലയിലെ പ്രദർശന മേള. രണ്ടാം LDF സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങളാണ് മേളയിൽ ഉൾപ്പെടുന്നത്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാർ പദ്ധതികളെപ്പറ്റി പൊതുജനങ്ങൾക്ക് അറിവ് പകരുന്നതാണ്. കൂട്ടത്തിൽ പലതും പൊതുജനങ്ങളെ ആകർഷിക്കാൻ പോന്നവയും. കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെയും മാറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്നതാണ് എക്സിബിഷൻ സെന്ററുകൾ. നിരവധി ആളുകളാണ് ആദ്യ ദിവസം തന്നെ പ്രദർശന വിപണനമേള കാണാനെത്തിയത്. സർക്കാർ സംഘടിപ്പിക്കുന്ന പതിവ് പരിപാടികൾ പോലെ വിപണനമേളയിലേക്കും ജനം ഒഴുകിയെത്തുമെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വീണ ജോർജ്. ജനങ്ങൾക്ക് എന്തൊക്കെയാണ് സർവീസസ് കൊടുക്കുന്നത് എല്ലാവർക്കും അതറിയില്ല. എങ്ങനെ ആക്സസ് ചെയ്യാൻ കഴിയും ഒരു സേവനം? അപ്പോൾ ആ സർവീസസ് ആക്സസിബിൾ ആക്കുന്നതും അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും, അതുപോലെ വിവിധ വകുപ്പുകളും, ഇപ്പോൾ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കർഷകർക്ക്, ക്ഷീര കർഷകർക്ക് അവർക്കൊക്കെയുള്ള സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും സേവനങ്ങൾ സംബന്ധിച്ച, പ്രവർത്തനങ്ങൾ സംബന്ധിച്ചൊക്കെ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ അത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മേള പത്തനംതിട്ടക്കാർക്ക് പുതിയ അനുഭവം സമ്മാനിക്കുമെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ IAS. ജനങ്ങൾക്ക്, പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാനും വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ പോലും വന്ന് ഒത്തുകൂടാനുള്ള ഒരു വലിയൊരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കിട്ടുന്ന വിവിധതരം സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു പിക്ചർ ഓരോ സ്റ്റോളിൽ പോകുമ്പോഴും കിട്ടുന്നതായിരിക്കും. ഇടതു സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ, കാർഷിക പ്രദർശന വിപണനമേള, സെമിനാറുകൾ, കരിയർ ഗൈഡൻസ് എന്നിവ മേളയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ സ്വന്തമാകുന്നു. മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നു, എല്ലാ ആശുപത്രികളും മെച്ചപ്പെടുന്നു, ശബരിമല തീർത്ഥാടനം ചരിത്രത്തിലെ ഏറ്റവും സുഗമമായ തരത്തിൽ നടക്കുന്നു, ശബരിമല വിമാനത്താവളത്തിലെ തടസ്സങ്ങൾ നീങ്ങി അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടാകുന്നു. നിറപ്പകിട്ടുള്ള ഒരു ഉത്സവമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ജനങ്ങൾ സർക്കാരിനൊപ്പമുണ്ട്, മലയാളി എന്ന വികാരത്തിനൊപ്പമുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സ്റ്റാർട്ടപ്പ് മിഷന്റെയും ഉൾപ്പെടെ സ്റ്റാളുകൾ ആളുകളിൽ കൗതുകം ജനിപ്പിക്കുന്നതാണ്. ശീതീകരിച്ച് 186 സ്റ്റാളുകളാണ് 71,000 ചതുരശ്ര അടി പവലിയനിൽ സജ്ജമാക്കിയിട്ടുള്ളത്. കുടുംബശ്രീയുടെ വൈവിധ്യ രുചിക്കൂട്ടുകളുമായി മെഗാ ഭക്ഷ്യമേളയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വിവിധ വകുപ്പുകളുടെ സെമിനാറുകളും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.